ഇനി നമുക്ക് ഇമേജ് ഫോർമേഷനെ പറ്റിയാണ് പറയാനുള്ളത്. ഇമേജ് ഫോർമേഷൻ ഇൻ ലെൻസസ്. നമുക്ക് രണ്ട് തരത്തിലുള്ള ലെൻസ് നമ്മൾ പരിചയപ്പെട്ടു. കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും അല്ലെ. കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും പരിചയപ്പെട്ടു. അതിലെ ഇമേജ് ഫോർമേഷൻ ഇൻ റേ ഡയഗ്രാം, ഇമേജ് ഫോർമേഷൻ ഇൻ ലെൻസസ് ബൈ യൂസിങ് റേ ഡയഗ്രാം ആണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന അടുത്ത ഭാഗം. We can represent image formation in lens by using ray diagram. Ray diagram നമുക്ക് സ്കെച്ച് ചെയ്തുകൊണ്ട് റേ ഡയഗ്രാം നമ്മൾ സ്ഫെറിക്കൽ മിററിലൊക്കെ വരച്ച പോലെ തന്നെ ഇവിടെയും നമുക്ക് ഒരു ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ നമുക്ക് എന്തുപയോഗിച്ച് റേ ഡയഗ്രാം ഉപയോഗിച്ച് വരയ്ക്കാനായിട്ട് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. അവിടുത്തെ സ്ഫെറിക്കൽ മിററിൽ നമ്മൾ പ്രതിപാദിച്ച പോലെ തന്നെ ഇവിടെയും ഫോർ ഡ്രോയിങ് ray diagram in lenses we can consider any two of following diagrams, any two of following rays. അവിടുത്തെ പോലെ സ്ഫെറിക്കൽ മിററിലെ പോലെ നമ്മൾ അതിൻ്റെ ഒരു ലോസ് ആണ് പറയുന്നത്. ഇങ്ങനെ ആയാൽ ഇങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് ഏതെങ്കിലും ഒരു രണ്ട് റേ കോയിൻസൈഡ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇമേജ് ഫോർമേഷൻ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ആദ്യം കോൺവെക്സ് ലെൻസ് എടുക്കുകയാണ്. കോൺവെക്സ് ലെൻസ് അഥവാ കൺവേർജിങ് ലെൻസ് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് വരുന്ന ലൈറ്റ് റേ. ഇതെങ്ങനെയാണ് വരുന്നത്? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ടാണ് ഈ ലൈറ്റ് റേ വരുന്നത്. ആഫ്റ്റർ റിഫ്രാക്ഷൻ പാസിംഗ് ത്രൂ ഫോക്കസ്. ഇതിലൂടെ പോകുന്നു, ഫോക്കസിലൂടെ പോകുന്നു. അപ്പോൾ ഇവിടുന്നാണ് വരുന്നതെങ്കിലോ ഫസ്റ്റ് ഫോക്കസിലൂടെ ലൈറ്റ് റേ പാരലലായിട്ട് വന്നു, ഫോക്കസിൽ കൂടി കടന്നു പോകുന്നു. ഇവിടെ പാരലലായിട്ട് വന്നു, അപ്പിയേഴ്സ് ടു ഡൈവേർജ് ഫ്രം ഫോക്കസ്, അപ്പിയർ ടു മൂവ് അവേ ഫ്രം എ പോയിന്റ് ദാറ്റ് ഈസ് ഫോക്കസ് അല്ലേ. ഈ പോയിന്റിൽ നിന്ന് അകന്നു പോകുന്ന, ഡൈവേർജ് ചെയ്ത് പോകുന്ന പോലെ നമുക്ക് തോന്നുന്നു. എങ്ങനെ വരുന്നത്? പാരലലായിട്ട് വന്ന്. ഇവിടെയാണെങ്കിൽ പാരലലായിട്ട് വന്നു, ഈ പോയിന്റിൽ നിന്ന് പോകുന്ന പോലെ തോന്നുന്നു. ഒന്നാമത്തെ കാര്യം ഒക്കെയാണ്. പാരലലായിട്ട് വന്നാൽ എന്തുണ്ടാവും? ലൈറ്റ് റേ പാരലലായിട്ട് വന്നാൽ കോൺവെക്സ് ആണെങ്കിൽ ഫോക്കസിലേക്ക് കോയിൻസൈഡ് ചെയ്യും. ദിസ് എ പോയിന്റിൽ നിന്ന് അകന്നു പോകുന്ന പോലെ, ഡൈവേർജ് ചെയ്ത് പോകുന്ന പോലെ തോന്നുന്നു. ദാറ്റ് പോയിന്റ് ഈസ് ഫോക്കസ്. സെക്കൻഡ് കേസ്, ഇഫ് ദ ലൈറ്റ് റേ ഈസ് പാസിംഗ് ഓർ കമ്മിങ് ത്രൂ ഫോക്കസ്, ഫോക്കസിലൂടെ വന്നാൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ ഇറ്റ് പാസസ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് കടന്നു പോകുന്നു. ഇവിടെയും അപ്പിയേഴ്സ് ടു ഇൻസിഡൻറ്റ് ഓൺ ഫോക്കസ്, ഇൻസിഡൻറ്റ് ടുവാർഡ്സ് ഫോക്കസ്, ഫോക്കസിലേക്ക് വീഴുന്ന പോലെ നമുക്ക് തോന്നുകയാണെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ പാസിംഗ് പാരലൽ, ഇങ്ങനെ പാരലലായിട്ട് പോകുന്നു. എന്തിന് പാരലലായിട്ട് പോകുന്നു? പ്രിൻസിപ്പൽ ആക്സിസിന് പാരലലായിട്ട് പോകുന്നു. ഇപ്പോൾ ഇവിടുന്നാണ് ഈ ഫോക്കസിലേക്ക് വീഴുന്ന പോലെ തോന്നുകയാണെങ്കിൽ ആഫ്റ്റർ റിഫ്രാക്ഷൻ പാസിംഗ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ് ത്രൂ ദി സൈഡ്. ഇവിടെ ഈ സൈഡിൽ നിന്ന് വരുന്നു, നമുക്ക് തോന്നുന്നു ഈ പോയിന്റിലേക്ക് വരുന്ന പോലെ, ഇറ്റ്സ് ലൈക്ക് ദിസ്, ഈ പോയിന്റിലേക്ക് വരുന്ന പോലെ തോന്നുന്നു. ഇവിടെ വെച്ച് റിഫ്രാക്ഷന് ശേഷം പാസിംഗ് പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്, പ്രിൻസിപ്പൽ ആക്സിസിനെ പാരലലായിട്ട് പോകുന്നു. ദെൻ അടുത്തത് ഒപ്റ്റിക് സെൻറ്ററിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ദ ലൈറ്റ് റേ ഈസ് പാസിംഗ് ഓർ ഇൻസിഡൻറ്റ് ഓൺ ഒപ്റ്റിക് സെൻറ്റർ, ഇറ്റ് പാസസ് ത്രൂ ദ ലെൻസ് വിത്തൗട്ട് എനി ഡീവിയേഷൻ, അൺഡീവിയേറ്റഡ് ആയിട്ട് പോകുന്നു. ഇവിടെയോ ഒപ്റ്റിക് സെൻറ്ററിലേക്ക് വരുന്നു, അൺഡീവിയേറ്റഡ് ആയിട്ട് പോകുന്നു. സോ 3 കാര്യങ്ങളാണ്, 3 റേ ഡയഗ്രാംസ് ആണ്, 3 കണ്ടീഷൻസ് ആണ് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റത്തെ കണ്ടീഷൻ എന്താ പറയുന്നത്? ഫസ്റ്റ് വൺ പറയുന്നത് പാരലലായിട്ട് വന്നു, ഫോക്കസിൽ കൂടി പോയി. ഞാൻ കോൺവെക്സ് എല്ലാം പറഞ്ഞതിന് ശേഷം കോൺകേവിലേക്ക് പോകും. പാരലലായിട്ട് വന്നു, ഫോക്കസിൽ കൂടി പോയി, ഫോക്കസിലൂടെ വന്നു, പാരലൽ ടു പ്രിൻസിപ്പൽ ആക്സിസ്, ഒപ്റ്റിക് സെൻറ്ററിലേക്ക് ഇൻസിഡൻറ്റ് ചെയ്തു, പാസസ് അൺഡീവിയേറ്റഡ്. ഇവിടെ പാരലലായിട്ട് വന്നു, അപ്പിയേഴ്സ് ടു മൂവ് അവേ ഫ്രം ഫോക്കസ്, ഫോക്കസിൽ നിന്ന് പോകുന്ന പോലെ തോന്നി, ഫോക്കസിലേക്ക് വരുന്ന പോലെ തോന്നുന്നു, പാരലലായിട്ട് പോയി.
ദെൻ ഒപ്റ്റിക് സെൻറ്ററിലേക്ക് വന്നു, അൺഡീവിയേറ്റഡ് ആയിട്ട് പോയി. ഇതാണ് നമുക്ക് ഈ രണ്ടെണ്ണം എനി ടു റേ ഡയഗ്രാംസ് ഉപയോഗിച്ച് എനി ടു റേ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇമേജ് ഫോം ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ്, ആ പോയിന്റിൽ ഇമേജ് ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഇമേജ് ഫോർമേഷൻ കൺസിഡർ ചെയ്യാം.